ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ ശ്രീമദ് മഹാഭാഗവതത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രഥമ സ്കന്ധത്തിൽ ഇനിയിപ്പം 10ാമത്തെ അധ്യായവും തുടർന്ന് 11ാമത്തെ അധ്യായവുമാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദ്വാരക ആഗമനം, അദ്ദേഹം ദ്വാരകയിലേക്ക് പോവുകയാണ്. അതിനുശേഷം പരീക്ഷിത്തിൻ്റെ ജനനവുമാണ് പറയേണ്ടത്. അപ്പോൾ ശൗനക മഹർഷി ചോദിക്കുകയാണ്, ആ ധർമ്മ അനുഷ്ഠാനത്തിൽ വ്യഗ്രതയോടുകൂടിയ യുധിഷ്ഠിരൻ സ്വന്തം സഹോദരങ്ങളുടെ സഹായത്തോടെ ആ കൗരവരെയൊക്കെ പരാജയപ്പെടുത്തി സ്വന്തം രാജ്യം വീണ്ടെടുത്തു. അതിനുശേഷം യുധിഷ്ഠിരൻ എന്തു ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂതൻ പറഞ്ഞു, സർവേശ്വരനായ കൃഷ്ണൻ ആ കുരുവംശത്തിലെ രാജാക്കന്മാർ തമ്മിൽ മുളകൾ തമ്മിൽ ഉരഞ്ഞുണ്ടായ അഗ്നിയിൽ ദഹിച്ചുപോയ ആ വംശത്തെ പരീക്ഷത്തിലൂടെ സംരക്ഷിച്ചിട്ട് യുധിഷ്ഠിരനെ രാജാവായി അവരോധിച്ചു. അപ്പോൾ ഭീഷ്മരുടെയും കൃഷ്ണൻ്റെയൊക്കെ ഉപദേശം കൊണ്ട് അജ്ഞാനം നശിച്ചു. വിജ്ഞാനം ഉദിച്ചവനായ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനെ ആശ്രയിച്ചു. സഹോദരന്മാരുടെ അഭിപ്രായത്തെ മാനിക്കുന്നവനായി ആ സമുദ്ര അതിർത്തിയോടുകൂടിയ ഭൂമിയെ ഇന്ദ്രൻ സ്വർഗത്തെ എന്ന പോലെ പരിപാലിച്ചു. അതുകൊണ്ട് മേഘങ്ങൾ കൃത്യമായി വർഷിച്ചു, ഭൂമി സസ്യസമൃദ്ധമായി, പശുക്കൾ ആവശ്യാനുസൃതം പാൽ നൽകി, നദികൾ സ്വച്ഛന്തമായി ഒഴുകി, സാഗരങ്ങളൊന്നും അതിർത്തി ലംഘിച്ചില്ല. പർവ്വതങ്ങളിലെയും മറ്റു പ്രദേശങ്ങളിലെയും സസ്യലതാദികളും വൃക്ഷങ്ങളും ഋതുവിന് അനുസൃതമായ ഫലങ്ങളെ പ്രദാനം ചെയ്തു എന്ന് സൂതൻ പറഞ്ഞു. യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് പ്രജകൾക്ക് താപത്രയങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്താണ് താപത്രയങ്ങൾ? അതായത് 3 ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം. നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ദുഃഖം. ആധിദൈവികം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒന്നും അധീനത്തിലല്ലാതെ ചുറ്റുവട്ടം, അതായത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഇപ്പം മഹാപ്രളയം, കൊടുങ്കാറ്റ്, ഇങ്ങനെയുള്ളതൊന്നും നമ്മളുടെ കയ്യിലുള്ളതല്ല. അപ്പോൾ അതാണ് ആധിദൈവികം എന്ന് പറയുന്നത്. ആധിഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴികെയുള്ള നമ്മളുടെ ചുറ്റുപാട്, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോ സമൂഹമോ ജോലിസ്ഥലത്തുള്ളവരോ അങ്ങനെയുള്ള അവരിൽ കൊണ്ടുണ്ടാകുന്ന ദുഃഖം. അപ്പോൾ ഇതൊന്നും ഉണ്ടായില്ല. ഇനി ഇവരെയൊക്കെ സുഹൃത്തുക്കളാണല്ലേ പാണ്ഡവർ. അവരുടെ ആ ദുഃഖങ്ങൾ ഒക്കെ ശമിക്കുന്നതിനും സഹോദരിയുണ്ട് സുഭദ്ര, അവരുടെ പ്രിയത്തിനും വേണ്ടി ഭഗവാൻ കുറച്ചു കാലം ഹസ്തിനപുരിയിൽ താമസിച്ച ശേഷം എവിടേക്ക് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകാൻ തുനിഞ്ഞപ്പോൾ എല്ലാവർക്കും അതിയായ ദുഃഖമുണ്ടായി. പാണ്ഡവർക്കും, കുന്തി, പാഞ്ചാലി, ഉത്തര, കൃപർ, എല്ലാവർക്കും, സത്യവതി മുതലായവർക്കെല്ലാം അത്യധികമായ ദുഃഖമുണ്ടായി. അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ലീലാവിലാസങ്ങളെല്ലാം ഒരിക്കലെങ്കിലും ശ്രവിച്ചാൽ വിദ്വാനായവൻ പിന്നെ അത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കത്തില്ല. ആ സജ്ജന സംസർഗം മൂലം ആ ദുർജന സംസർഗത്തിൽ നിന്ന് മുക്തനാവും. പാണ്ഡവരാണെങ്കിലോ ദർശനം, സ്പർശനം, സല്ലാപം, ഒരുമിച്ചുള്ള ശയനം, ഇരിക്കൽ, ആ ഭക്ഷണം കഴിക്കൽ മുതലായവ കൊണ്ട് ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിച്ചുപോയി. അവർക്കെങ്ങനെയാണ് ആ വിരഹം സഹിക്കാൻ പറ്റുന്നത്? ഭഗവാൻ പോവുകയാണല്ലേ. അവരെല്ലാം ഭഗവാന്റെ തേർ പോകുന്നത് നോക്കി കണ്ണിമ വെട്ടാതെ നിന്നു. അപ്പം ഗൃഹത്തിൽ നിന്നും പോകുമ്പോൾ അമംഗളമായതൊന്നും സംഭവിക്കരുതെന്നോർത്ത് സ്ത്രീകളൊക്കെ കണ്ണീരടക്കി നിന്നു. പിന്നീട് വാദ്യഘോഷങ്ങളുണ്ടായി. മൃദംഗം, ശംഖം, ചെണ്ട, വീണ, ദുന്ദുഭി, ഗോമുഖം, തകിൽ, മണി, പെരുമ്പറ, ആ മംഗളശബ്ദം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. എല്ലാ സ്ത്രീകളും, കൗരവ സ്ത്രീകളൊക്കെ മാളികയുടെ മുകളിൽ കയറി ഇരുന്നു. അവർക്ക് പ്രേമം, ലജ്ജ, മന്ദസ്മിതം കലർന്ന ഈക്ഷണങ്ങളാകുന്ന പുഷ്പങ്ങൾ കൃഷ്ണനിൽ വർഷിച്ചു. പിന്നെ അർജുനൻ വെൺകൊറ്റക്കുട പിടിച്ചു. എങ്ങനെയുള്ള വെൺകൊറ്റക്കുട? രത്നനിർമ്മിതമായ പിടിയോട് കൂടിയതും മുത്തുമാലകൾ അലങ്കരിച്ചതുമായ വെൺകൊറ്റക്കുട. പിന്നെ സാത്യകി, ഉദ്ധവർ ഭഗവാന് വെൺചാമരം വീശി. ദ്വിജശ്രേഷ്ഠന്മാർ അദ്ദേഹത്തിന് ആശീർവാദമൊക്കെ കൊടുത്തു. അപ്പം ഭഗവാൻ ശരിക്കും നിർഗുണനാണ്, സഗുണനായിട്ട് തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഭഗവാൻ പോകാൻ തയ്യാറാവുകയാണ്. ആ സ്ത്രീകൾ പരസ്പരം പറയുകയാണ്, ത്രിഗുണങ്ങളൊക്കെ ആ മുന്നോട്ടേക്ക് മായ എന്ന് പറയുന്ന ആ ഗുണങ്ങൾ ആവിർഭവിക്കുന്നതിന് മുമ്പ് യാതൊരുവനാണോ ലയാവസ്ഥയിൽ സ്വാത്മരൂപത്തിൽ ഇരുന്നിരുന്നത്, ആ സത്വം മുതലായ ശക്തികൾക്കൊക്കെ ആശ്രയമായിരിക്കുന്ന പുരാണ പുരുഷൻ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പുരാ അഭിനവം എന്നാണ് പുരാണം. പുരാതനമാണെങ്കിലും വളരെ പുതിയതായിട്ടിരിക്കുന്നത്. വേദകർത്താവായ അദ്ദേഹം, വേദം അറിഞ്ഞ അറിവാണ് അതിൻ്റെ കർത്താവായ അദ്ദേഹം നാമരൂപങ്ങളില്ലാത്ത, നാമമോ രൂപമോ ഇല്ലാത്ത ആത്മാവിൽ
നാമരൂപങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ട് ഒന്നായ ഞാൻ പലതായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചു. ഈക്ഷതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടായി? കാലശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ട് ആ ശക്തി സ്വരൂപമായ യോഗമായയെ കൊണ്ട് ഇവയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിനെ എങ്ങനെയാണ് ജിതേന്ദ്രിയരായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവരായ യോഗികൾ പ്രാണനെ നിയന്ത്രിച്ച് സുഹൃദയത്തിൽ ഭക്തിയോടുകൂടി ഇദ്ദേഹത്തെ തന്നെയാണ് ദർശിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ അവതാരം കൊണ്ട് യാദവ വംശം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു, മധുരാപുരി ഏറ്റവും പവിത്ര സ്ഥലമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ കുലസ്ത്രീകളെ നോക്കി കടാക്ഷിച്ച ശേഷം ഭഗവാൻ യാത്ര തുടർന്നു. അദ്ദേഹത്തിന് പോകണം അല്ലേ? ഭഗവാനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് ധർമ്മപുത്രർ ചതുരംഗ സൈന്യത്തെ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് അയച്ചു. കുറച്ചു ദൂരം ഭഗവാനെ അവർ പിന്തുടർന്നിട്ട് ആ യുധിഷ്ഠിരാദികൾ തിരിച്ചു വന്നു. പാഞ്ചാലം, കുരുജാങ്കലം, മാത്സ്യം, ബ്രഹ്മാവർത്തം, സൗവീരം മുതലായവയെല്ലാം പിന്നിട്ട് ഭഗവാൻ ക്ഷീണിച്ചവശരായ കുതിരകളോടുകൂടി സ്വന്തം പുരിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ അദ്ദേഹം വഴിയിലെല്ലാം പ്രജകളുടെ സ്തുതി ഏറ്റുവാങ്ങിയിട്ടാണ് വന്നത്. ഇപ്പം ഇവിടെയാണെങ്കിലോ, ദ്വാരകയിലാണെങ്കിലോ സർവ്വസമൃദ്ധി നിറഞ്ഞ ദ്വാരകയിൽ പ്രവേശിച്ച ഭഗവാൻ പ്രജകളുടെ വിരഹ ദുഃഖം ഇല്ലാതാക്കുന്നതിനായിട്ട് പാഞ്ചജന്യം മുഴക്കി. പിന്നെ ഈ നാദം കേട്ടിട്ട് എല്ലാവരും ഔത്സുക്യത്തോടുകൂടി വന്നണഞ്ഞു. ഇനി എന്താണുണ്ടായത്? അല്ലയോ ഭഗവാനെ, അവർ സ്തുതിക്കുകയാണ്. അതായത് പ്രജകൾ, സന്തതികൾ പിതാവിനോട് എന്ന പോലെ സന്തോഷാധിക്യം കൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് ഭഗവാനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ഹേ നാഥ, ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ സനകാദി മുനീന്ദ്രന്മാർ, ദേവേന്ദ്രൻ മുതലായവരാൽ വന്ദിക്കപ്പെടുന്നതും ഇഹലോക സൗഖ്യത്തെ കാംക്ഷിക്കുന്നവർക്ക് പരമാശ്രയം ആയിട്ടിരിക്കുന്നവനുമായ നിന്തിരുവടിയുടെ ആ പാദപങ്കജത്തെ ഞങ്ങൾ എപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് പറയുന്നത്? ഭവായ നസ്ത്വം ഭവ വിശ്വഭാവന ത്വമേവ മാതാ അധ സുഹൃത്പതിഃ പിതാ ത്വം സദ്ഗുരുർനഃ പരമം ച ദൈവതം യസ്യാനുവൃത്യാ കൃതിനോ ബഭൂവിമാം. അല്ലയോ വിശ്വഭാവന, അവിടുന്ന് ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ഭവിക്കണേ. ഞങ്ങൾക്ക് മാതാവായും പിതാവായും നാഥനായും സുഹൃത്തായും സദ്ഗുരുവായും വർത്തിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് പരദേവതയായും വർത്തിക്കുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങേ അനുവർത്തിച്ച് ഞങ്ങൾ കൃതാർത്ഥരായി തീർന്നിരിക്കുന്നു. യർഹി അംബുജാക്ഷാപസസാരഭൂഭവാൻ കുരൂന്മഥൂൻവാധ സുഹൃദ്ദിദർക്ഷയ തത്രാബ്ദകോട്ടിപ്രതിമക്ഷണോ ഭവേത് രവിം വിനാക്ഷണോരിവ നസ്തവാച്യുത. ലയോ അച്യുത, നമ്മൾ പറഞ്ഞു അച്യുതം എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്ത, ഇളക്കമില്ലാത്തതാണ്. ഭഗവാന്റെ സ്വരൂപമാണത്. അംബുജാക്ഷ, താമര പോലെ കണ്ണുള്ള ആളെ ഉള്ളവനാണ് ഭഗവാൻ. അങ്ങ് മുമ്പ് സുഹൃത്തുക്കളെ കാണാൻ കുരുദേശത്തിലേക്ക് പോയപ്പോൾ അങ്ങയുടേതാണ് ഞങ്ങൾ. ആ ആദിത്യൻ്റെ അഭാവത്തിൽ കണ്ണുകൾക്കെന്ന പോലെ ക്ഷണമാത്രം കൂടി കോട്ടി സംവത്സരം എന്ന പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അപ്പം പ്രജകൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഭഗവാൻ ആ തിരുനേത്രങ്ങൾ കൊണ്ട് അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ട് പുരിക്കകത്തേക്ക് പോയി. ഇവിടെയെല്ലാം എന്താണ്, വളരെ സർവ്വ ഋതുക്കളിലും പൂത്തും കായ്ച്ചു നിൽക്കുന്ന വൃക്ഷലതാദികളോട് കൂടിയതാണ്. ഇനി തടാകം, മണ്ഡപം മുതലായവ കൂടിയ ചിത്രപ്പണികളോട് കൂടിയ കൊടിമരങ്ങളിൽ പാറിക്കളിക്കുന്ന കൊടിക്കൂറകളോട് കൂടിയ വൃത്തിയാക്കിയ രാജവീഥികളുണ്ട്. ഗൃഹം തോറും പൂർണ്ണകുംഭം, തൈര്, ധൂപം, വാഴക്കുല തുടങ്ങിയ നിരത്തി വെച്ചതുമായ പുരിയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. എല്ലാവരും ഭഗവാൻ വന്നതറിഞ്ഞ് ആഗമന വൃത്താന്തം അറിഞ്ഞ് വസുദേവർ, ഉഗ്രസേനൻ, അക്രൂരൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, സാമ്പൻ എല്ലാവരും വന്നു. ചാരുദേഷ്ണൻ, അങ്ങനെ എല്ലാവരും ഇരിപ്പ്, കിടപ്പ്, ഭോജനം എന്നിവ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ പത്നി സമേതരായി അവിടെ ഗുരുക്കന്മാർ, ബ്രാഹ്മണർ, സ്തുതിപാഠകർ ഇവരൊക്കെ വന്നു. ഭഗവാൻ പുരിക്കകത്തേക്ക് പ്രവേശിച്ചു. അന്തഃപുര സ്ത്രീകൾ മാളിക മുകളിൽ കയറി നിന്നു. ശ്രീപതിയായ കൃഷ്ണനെ നിത്യം കാണുന്നവരാണെങ്കിലും അവരുടെ നേത്രങ്ങൾക്ക് ഒരിക്കലും തൃപ്തി വരികയില്ല. അപ്പം പീതാംബരധാരിയായിരിക്കുന്ന ആ ഭഗവാൻ വനമാലയാൽ ശോഭിക്കപ്പെട്ട് സൂര്യൻ, ചന്ദ്രൻ, മഴവില്ല, മിന്നൽ പിണർ മുതലായവ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കാർമുകിൽ പോലെ കാണപ്പെട്ടു. പിന്നെ ദേവകി മുതലായ സപ്തമാതൃക്കൾ വാത്സല്യത്തോടുകൂടി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. കൃഷ്ണപത്നിമാർ ഭഗവാൻ തിരിച്ചെത്തിയപ്പോൾ ലജ്ജയോടുകൂടിയ നേത്രങ്ങളോടും മുഖങ്ങളോടും കൂടി സ്വസ്ഥാനങ്ങളിൽ നിന്നും ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു. അവർ പുത്രന്മാരോടുകൂടി വന്ന് ഭഗവാനെ ഈക്ഷണം കൊണ്ടും മനസ്സുകൊണ്ടും ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി പരീക്ഷത്തിൻ്റെ ജനനമാണ്. അപ്പം ശൗനകൻ വീണ്ടും ചോദിക്കുകയാണ്, ആ അശ്വത്ഥമാവ് പ്രയോഗിച്ച ബ്രഹ്മശിരസ് എന്ന അസ്ത്രമേറ്റ ഉത്തരയിലെ ഗർഭസ്ഥ ശിശു ഹതനായല്ലോ. പിന്നീട് ആ കുഞ്ഞിനെ ഭഗവാൻ ജീവിപ്പിച്ചു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ്. അപ്പോൾ സൂതൻ പറഞ്ഞു, യുധിഷ്ഠിരൻ കൃഷ്ണപദ സേവ
യോടുകൂടി കാമസ്പർശമില്ലാതെ പിതാവ് പുത്രന്മാരെ എന്ന പോലെ പ്രജകളെ പരിപാലിച്ചു. മുനിമാരെ, സമ്പത്തുക്കൾ, യാഗങ്ങൾ, ലോകസുഖങ്ങൾ, പട്ടമഹിഷി, സഹോദരന്മാർ, ഈ ദേവന്മാർ കൂടി കൊതിക്കുന്ന ഭോഗങ്ങൾ മുതലായവ ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഉൾപ്രീതി ലഭിച്ചില്ല എന്ന് പറയുന്നു. ആ അശ്വത്ഥമാവിൻ്റെ അസ്ത്രപ്രയോഗം മൂലം ഉത്തരയുടെ ഗർഭത്തിലിരുന്ന പുത്രൻ ദഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ പെരുവീരനിൻ്റെ വലിപ്പത്തിലൊരു പുരുഷനെ ദർശിച്ചു. അത്യത്ഭുതം. സ്വർണ്ണ കിരീടം അണിഞ്ഞവൻ, സുന്ദരൻ, നീലവർണ്ണത്തോടു കൂടിയവൻ, മിന്നൽ പിണർ പോലെ ശോഭിക്കുന്ന എന്തൊരു ശോഭയാണല്ലേ! ഭഗവാന്റെ പീതവസ്ത്രം ധരിച്ചവനും വികാരരഹിതനും ശ്രീമാനും ചതുർബാഹു 4 കൈകളോട് കൂടിയവനും ആ ചുട്ടുപഴുത്ത സ്വർണത്തിൻ്റെ ആ തേജസ്സോടു കൂടിയവനുമായ കുണ്ടലങ്ങൾ ധരിച്ചവനും രക്തവർണ്ണത്തിലുള്ള നേത്രങ്ങളോട് കൂടിയവനും ഗദ കയ്യിൽ ധരിച്ചവനും അതിനെ 4 പാടും ചുഴറ്റിക്കൊണ്ട് നടക്കുന്നവനുമായ പുരുഷനെ ആര് ദർശിച്ചു? നമ്മുടെ പരീക്ഷിത്ത് അമ്മയുടെ ഗർഭത്തിൽ ദർശിച്ചു. അപ്പോൾ സൂര്യൻ വന്നാൽ മഞ്ഞുരുകി പോകുമല്ലേ, അതുപോലെ അശ്വത്ഥമാവിൻ്റെ അസ്ത്ര തേജസ്സിനെ സ്വഗത കൊണ്ട് ഇല്ലാതാക്കുന്ന ഇവൻ ആരാണെന്ന് ആ ശിശു സൂക്ഷിച്ചു നോക്കി എന്നാണ് പറയുന്നത്. ആ 10 മാസം പ്രായമായ ഗർഭസ്ഥ ശിശു നോക്കി നിൽക്കെ ഈ രൂപം അന്തർധാനം ചെയ്തു. അനന്തരം സർവഗ്രഹങ്ങളും തത സർവഗുണോദർക്കേ സാനുകൂല ഗ്രഹോദയേ ജജ്ഞേ വംശധര പാണ്ഡോർഭൂയ പാണ്ഡുരിവൗജസ തസ്യ പ്രീതമനാ രാജാ വിപ്രൈർധൗമ്യകൃപാദിഭിः ജാതകം കാരയാമാസ വാചയിത്വാ ച മംഗളം ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്തി അശ്വാൻ നൃപതിർവരാൻ പ്രാദാത് സ്വർണം ച വിപ്രേഭ്യ പ്രജാതീർത്ഥേ സതീർത്ഥവിത്ത്. അനന്തരം ആ ഗ്രഹങ്ങളെല്ലാം ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ മറ്റൊരു പാണ്ഡുവാണോ എന്ന് തോന്നിക്കുമാറുള്ള ഓജസ്സോടുകൂടി ആ ശിശു പാണ്ഡവ വംശത്തെ നിലനിർത്തുന്നതിനായിട്ട് ഭൂമിയിൽ ജാതനായി. അപ്പോൾ യുധിഷ്ഠിരൻ വളരെയധികം സന്തോഷമായിട്ട് മുനിമാരെ കൊണ്ട് മംഗളവാക്കുകൾ ചൊല്ലിച്ചു. ശിശുവിൻ്റെ ജാതകർമ്മം മുതലായവ ചെയ്തു. ധർമ്മജ്ഞനായ യുധിഷ്ഠിരൻ ശിശു ജനിച്ചപ്പോൾ സ്വർണം, പശു, ഭൂമി, കുതിര, ഗ്രാമങ്ങൾ, ഭോജനം മുതലായവ ബ്രാഹ്മണർക്ക് നൽകി. അപ്പം അവർ വിനയാന്വിതരായ ധർമ്മപുത്രരോട് പറഞ്ഞു, അല്ലയോ കുരുവംശശ്രേഷ്ഠ, കുരുവംശത്തെ സംരക്ഷിക്കേണ്ടവനായ ഈ ശിശു ദൈവയോഗത്താൽ നാശത്തെ പ്രാപിച്ചപ്പോൾ വിഷ്ണു ഇദ്ദേഹത്തിന് ജീവൻ തിരികെ നൽകി. വ്യാപനത്വാത് വിഷ്ണു എന്നാണ് എല്ലായിടത്തും. അതുകൊണ്ട് ഇദ്ദേഹം വിഷ്ണുരാതൻ എന്ന നാമധേയത്തിൽ പ്രസിദ്ധനായി തീരും. പരീക്ഷത്തിന് തന്നെ മറ്റൊരു പേരാണ് വിഷ്ണുരാതൻ. ഇദ്ദേഹം മഹാഭാഗവതനായും ബഹുകീർത്തിയോട് കൂടിയവനായും തീരുമെന്നതിന് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും യുധിഷ്ഠിരൻ ചോദിച്ചു, അല്ലയോ ദ്വിജോത്തമരെ, ഈ ശിശു രാജർഷികളെ സ്വകീർത്തി കൊണ്ട് അനുവർത്തിക്കുന്നവനായിട്ട് തീരുമോന്ന്. അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു, അല്ലയോ കൗന്ദേയ, ഇവൻ സാക്ഷാൽ വൈവസ്വത മനുവിൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിനെ പോലെ പ്രജകളെ പാലിക്കുന്നവനും ദാശരഥിയായ ശ്രീരാമനെ പോലെ ബ്രാഹ്മണ ഭക്തനും സത്യസന്ധനുമായി തീരുമെന്ന് പറയുകയാണ്. പാർത്ഥ പ്രജാവിത സാക്ഷാത് ഇക്ഷ്വാകുരിവ മാനവ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശരഥിർയഥാ ഏഷ ദാദാശരണ്യശ്ച യഥാ ഹി ഔഷീണരശിബി യശോവിതനിതാ സ്വാനാം ദൗഷ്യന്തിരിവ യജ്വനാം ധന്വിനാമഗ്രണീരേഷ തുല്യശ്ചാർജുനയോർദ്വയോഃ ഹുദാശൈവ ദുർധർഷ സമുദ്രൈവ ദുസ്തര മൃഗേന്ദ്രൈവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിദിക്ഷുർവസുധേവാസോ സഹിഷ്ണു പിതരാവിവ പിതാമഹ സമസാമ്യേ പ്രസാദേ ഗിരിശോപമഃ ആശ്രയ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയാം. ഇദ്ദേഹം ഉശീനരപുത്രനായ ശിബിയെപ്പോലെ ദാനശീലനും ധർമ്മിഷ്ഠനുമായിട്ടും തീരും. ദുഷ്യന്തപുത്രനായ ഭരതനെ പോലെ ബന്ധുക്കൾക്കും യാജ്ഞികൾക്കും യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവനായിരിക്കും. അർജുനൻ, കാർത്തവീര്യാർജുനൻ ഇവരെപ്പോലെ വില്ലാളി വീരനും അഗ്നിയെപ്പോലെ ആക്രമിക്കപ്പെടാൻ കഴിയാത്തവനും സമുദ്രത്തെപ്പോലെ അതിക്രമിക്കപ്പെടാൻ കഴിയാത്തവനും ആയിരിക്കും. സിംഹത്തെപ്പോലെ പരാക്രമശാലിയായിരിക്കും. ഹിമവാനെപ്പോലെ സേവിക്കാൻ യോഗ്യനായിരിക്കും. ഭൂമിയെപ്പോലെ ക്ഷമാശീലനായിരിക്കും. മാതാപിതാക്കളെപ്പോലെ സഹിഷ്ണുവും ആയിത്തീരും. സമത്വബുദ്ധിയിൽ പിതാമഹനായ ബ്രഹ്മാവിന് തുല്യവും പ്രസാദത്തിൽ ശിവന് തുല്യവും ആശ്രയം നൽകുന്നതിൽ രമാപതിയായ വിഷ്ണുവിന് തുല്യവുമായിരിക്കും എന്ന് പറഞ്ഞു. സർവ സദ്ഗുണമാഹാത്മ്യത്തിൽ ഭഗവാൻ കൃഷ്ണനെ അനുകരിക്കുന്നവനായി തീരും. സർവസദ്ഗുണമാഹാത്മ്യേ ഏഷ കൃഷ്ണമനുവ്രതഃ രന്തി ദേവൈവോദാരോ യയാതിരിവ ധാർമ്മിക ധൃത്യാപരിസമകൃഷ്ണേ പ്രഹ്ലാദൈവ സദ്ഗ്രഹ ആഹർത്തൈഷോ അശ്വമേധാനാം വൃദ്ധാനാം പര്യുപാസക
രാജർഷീണാം ജനയിതാ ശാസ്താചോത്പഥകാമിനാം നിഗ്രഹീതാ കലേരേഷ ഭുവോ ധർമ്മസ്യ കാരണാത്. ഭഗവാൻ കൃഷ്ണനെ അനുകരിക്കുന്നവനായിരിക്കും ഔദാര്യം കൊണ്ട് രന്തിദേവനും, ധർമ്മം കൊണ്ട് യയാദിക്കും, ഭക്തി കൊണ്ട് പ്രഹ്ലാദനും, ധൈര്യം കൊണ്ട് മഹാബലിക്കും സമനായി ഭവിക്കും. നിരവധി അശ്വമേധങ്ങൾ നടത്തും, നിരവധി രാജർഷികൾക്ക് ജന്മം നൽകും, അപരാധികളെ ശിക്ഷിക്കും, ഭൂമിയുടെയും ധർമ്മത്തിൻ്റെയും സംരക്ഷണത്തിനായി കലിയെ നിഗ്രഹിക്കും. പുത്രനാൽ പ്രേരിതനായി തക്ഷകനിൽ നിന്ന് സ്വമൃത്യു വാർത്ത അറിയുന്ന ഇദ്ദേഹം മുക്തസംഗനായി ശ്രീഹരിയുടെ പദത്തെ പ്രാപിക്കും. അല്ലയോ രാജാവേ, ഇദ്ദേഹം വ്യാസാത്മജനായ വ്യാസപുത്രനായ ശ്രീശുകനിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിച്ച ആത്മതത്വത്തെ അറിയുന്നവനായി ഭയം വെടിഞ്ഞ് സ്വശരീരത്തെ ഗംഗയിൽ വെടിഞ്ഞ് വിഷ്ണുപദത്തെ വളരെ പെട്ടെന്ന് തന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട് അവർ സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ താൻ ഗർഭത്തിൽ വച്ച് കണ്ട ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ആ രൂപം ഓരോ മനുഷ്യനിലും ഉണ്ടോ എന്ന് പരീക്ഷിക്കുക നിമിത്തം ആ കുഞ്ഞ് പരീക്ഷിത്ത് എന്ന നാമധേയത്തിലും ആ ശിശു പ്രസിദ്ധനായി. ശുക്ലപക്ഷ ചന്ദ്രനെ പോലെ ആ ശിശു ധർമ്മപുത്രാദി പിതൃക്കളുടെ പരിരക്ഷണയിൽ വളരെ പെട്ടെന്ന് വളർന്നു വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഈ അധ്യായം സമാപിപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ പരീക്ഷിത് ജന്മാദി ഉത്കർഷോ നാമ 12 നമ്മളും പറഞ്ഞതെല്ലാം ഭഗവത് പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹരിയോ.